കോട്ടയം കുഞ്ഞച്ചൻ സിനിമ കണ്ടവർക്കറിയാം. അതിനകത്ത് കുഞ്ഞച്ചൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് മോഹൻലാൽ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ അവസ്ഥ. മെസ്സി കേരളത്തിലേക്ക് വരുമോ ഇല്ലയോ അത്തരം ഒരു സന്ദർഭത്തിലാണ് കേരളത്തിലെ കായിക പ്രേമികൾ, പ്രത്യേകിച്ച് അർജന്റീനയുടെ ലയണൽ മെസ്സിയുടെ ആരാധകരുള്ളത്. അതിന് കാരണം കഴിഞ്ഞ ദിവസം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഈ വർഷം ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി കേരളത്തിലുണ്ടാകുമെന്നും, അതായത് 7 ദിവസം മെസ്സി കേരളത്തിലുണ്ടാവും. 20 ആരാധകർക്ക് വേണ്ടി ഒരു സൗഹൃദ മത്സരം നടക്കും. അതിന് പുറമെ 20 മിനിറ്റ് മെസ്സി ആരാധകരുമായി സമയം പങ്കിടുമെന്നും ഉള്ള തരത്തിൽ മന്ത്രി ഒരു കനത്തൊരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം നടത്തിയത് കുറച്ച് സ്കൂൾ കുട്ടികളുടെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ ചെന്നപ്പോൾ അവിടുന്ന് ആരാധകരുടെ ചോദ്യത്തിൽ നിന്നാണ്, ഫുട്ബോൾ ആരാധകരുടെ ചോദ്യത്തിൽ നിന്നാണ് മന്ത്രി ഇത്തരം ഒരു മറുപടി പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. തൊട്ടടുത്ത ദിവസം മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും മന്ത്രി ഒന്നും വിട്ടു പറയാൻ തയ്യാറായിട്ടില്ല. കാരണം അക്കാര്യത്തിൽ മെസ്സി വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ കുട്ടികളോട് അങ്ങനെ പറഞ്ഞെങ്കിലും മന്ത്രിക്ക് പോലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് സത്യം. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ നവംബറിൽ കായികമന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞത് മെസ്സി ഉൾപ്പെട്ട അർജന്റീൻ ഫുട്ബോൾ ടീം കേരളത്തിലെത്തുമെന്നാണ്. സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു സൗഹൃദ മത്സരത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം പങ്കെടുക്കും. ഇതിനാവശ്യമായ ചെലവ് ധനസമാഹരണത്തിലൂടെ കണ്ടെത്തും എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഒരു വിഭാഗം മെസ്സി കേരളത്തിലേക്ക് വരുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം കൃത്യമായി നിലനിൽക്കുന്നുണ്ട് എന്നാണ് സത്യം. ഇത്തരം ആശയക്കുഴപ്പത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നാൽ ഫിഫയുടെ കലണ്ടർ പ്രകാരം ഫിഫ 2035 വരെയുള്ള ഒരു കലണ്ടർ ഓൾറെഡി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ അർജന്റീനയുടെ ലോകകപ്പ് മത്സരങ്ങൾ സെപ്റ്റംബറിനുള്ളിൽ പൂർത്തിയാവും. അത് ഈ വർഷം സെപ്റ്റംബറിനുള്ളിൽ അർജന്റീനയുടെ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ പൂർത്തിയാവും. പിന്നെ രാജ്യാന്തര മത്സരങ്ങൾക്കുള്ള 2 വിൻഡോ എന്ന് പറയുന്നത് ഒക്ടോബർ 7 മുതൽ 15 വരെയും നവംബർ 11 മുതൽ 19 വരെയുമാണ്. ഇതിലേതെങ്കിലും ഒരു വിൻഡോ, ഒരു ടൈമിലാണ് അർജന്റീന ടീം കേരളത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഒരു ടൈം പീരീഡിൽ, ഈ 2 സമയത്തിൽ ഏതെങ്കിലും ഒരു ടൈം പീരീഡിൽ 2 രാജ്യാന്തര മത്സരങ്ങൾ മാത്രമാണ് ദേശീയ ടീമുകൾക്ക് കളിക്കാൻ കഴിയുക. നേരത്തെ പറഞ്ഞതുപോലെ മെസ്സി അർജന്റീന ടീം സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നതിന് പുറമെ 7 ദിവസത്തോളം മെസ്സി കേരളത്തിൽ ഉണ്ടാവുമെന്നും ആരാധകർക്കായി 20 മിനിറ്റ് പൊതുവേദിയിൽ എത്തുമെന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ ഇത് എത്രത്തോളം പോസിബിൾ ആണെന്ന കാര്യത്തിൽ വലിയൊരു പ്രശ്നമുണ്ട്. കാരണം മെസ്സിയെ പോലെ ഇപ്പോൾ ഫുട്ബോളിൽ ആക്റ്റീവായി നിൽക്കുന്ന ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരനെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു പൊതുവേദിയിൽ എത്തുമ്പോൾ, പൊതുവേദിയിൽ എത്തിക്കാൻ അതിന് എത്ര സൗകര്യങ്ങൾ വേണം, ഏതൊക്കെ തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കണം, എത്രമാത്രം സുരക്ഷ ഒരുക്കണം എന്നുള്ള ചോദ്യങ്ങളെല്ലാം മുന്നിൽ നിൽപ്പുണ്ട്. അതിനൊരു പരിഹാരം കണ്ടെത്തിയാലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുന്നിൽ നിൽക്കുന്നത് അർജന്റീന ടീം വന്നാൽ കേരളത്തിൽ എവിടെ കളിക്കും എന്നുള്ളതാണ്. കാരണം അർജന്റീന പോലുള്ള ഒരു ദേശീയ ഇന്റർനാഷണൽ ലെവൽ 1ാം നമ്പർ ടീമിന് കേരളത്തിൽ കളിക്കാൻ ആവശ്യമായ സ്റ്റേഡിയം എവിടെയുണ്ട് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാർ പരിഗണിക്കുന്നത് കൊച്ചിയിലെ കലൂർ ജവഹർലാൽ ഇന്റർനാഷണൽ സ്റ്റേഡിയമാണ്. സത്യത്തിൽ അതൊരു പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയം അല്ല. അവിടെ ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്, മറ്റ് പൊതുപരിപാടികൾ പലതും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഡിയത്തിൽ നടത്തുമോ എന്നുള്ളതാണ് വലിയൊരു ചോദ്യം. ആദ്യം മലപ്പുറത്തെ പയ്യനാട് സ്റ്റേഡിയം പരിഗണിച്ചെങ്കിലും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളാൻ അവിടെ സാധിക്കില്ല എന്ന് പറഞ്ഞ് ആ സ്റ്റേഡിയത്തെ ഒഴിവാക്കി. പിന്നെയാണ് കൊച്ചിയിലേക്ക് വരുന്നത്. എന്നാൽ കൊച്ചി സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ അത്രയ്ക്ക് സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഒരു ലോക റെക്കോർഡ് പരിപാടി, ഗിന്നസ് റെക്കോർഡിനായിട്ടുള്ള പരിപാടി നടത്തിയതിൻ്റെ തൊട്ട് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞിരുന്നു സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്നും ഗ്രൗണ്ടിൻ്റെ ക്വാളിറ്റി മോശമാണെന്നും ബ്ലാസ്റ്റേഴ്സ് തന്നെ പറഞ്ഞിരുന്നു. മന്ത്രി പറഞ്ഞത് പ്രകാരം 9-10 മാസമുള്ള സമയം മുന്നിലുണ്ട്. ഒക്ടോബറിലാണ് അർജന്റീന ടീം എത്തും എന്ന് പറയുന്നത്. അത് സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ട് ശരിയാക്കാൻ ആ സമയം മതിയായി എടുത്താൽ പോലും മറ്റു സുരക്ഷകൾ, കാരണം സ്റ്റേഡിയത്തിലെ സ്റ്റാൻഡിൻ്റെ ഒരു
സുരക്ഷ വലിയൊരു ചോദ്യമാണ്. എത്രത്തോളം ക്രൗഡിനെ അവിടെ ഉൾക്കൊള്ളും എന്നും അത് എത്രത്തോളം സുരക്ഷിതമാണെന്നും ഒരു അപകടമുണ്ടായാൽ ആൾക്കാർ എങ്ങനെ രക്ഷപ്പെടാം എന്നും വലിയൊരു ചോദ്യമാണ്. അതിന് പുറമെ അർജന്റീന പോലൊരു ടീം കേരളത്തിൽ വന്ന് കളിക്കുമ്പോൾ ആദ്യം ടീം അധികൃതർ അല്ലെങ്കിൽ സുരക്ഷാ ജീവനക്കാർ വന്ന് സ്റ്റേഡിയത്തിൻ്റെ ക്വാളിറ്റി പരിശോധിച്ചതിന് ശേഷമേ ഇത്തരമൊരു മത്സരത്തിന് തയ്യാറാവുകയുള്ളൂ. അവരങ്ങനെ ചെയ്താൽ, അങ്ങനെ സുരക്ഷാ പരിശോധന നടത്തിയാൽ എന്തായാലും കൊച്ചി സ്റ്റേഡിയം റിജക്റ്റ് ആവും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. കാരണം സ്റ്റേഡിയത്തിൻ്റെ ക്വാളിറ്റി പരിശോധിക്കാതെയൊന്നും അർജന്റീന പോലൊരു ടീം ഇവിടെയൊന്നും വന്ന് കളിക്കില്ല എന്നുള്ളൊരു വലിയൊരു സത്യമുണ്ട്. മറ്റൊരു ഫുട്ബോൾ സ്റ്റേഡിയവും പ്രോപ്പർ ഫുട്ബോൾ സ്റ്റേഡിയമോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമോ കേരളത്തിലില്ല. ഇതിന് പുറമെ അവർക്ക് ടീം വന്നാൽ ടീമിനുള്ള പരിശീലനത്തിനുള്ള സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. കൊച്ചിയിലൊന്നും അത്തരത്തിൽ യാതൊരു സൗകര്യം ഉണ്ടെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് അർജന്റീന കേരളത്തിൽ കളിച്ചേക്കാം എന്ന് പറയുന്ന സൗഹൃദ മത്സരത്തിൻ്റെ കാര്യമാണ്. ഫിഫ റാങ്കിങ്ങിൽ ആനയും ആടും തമ്മിലുള്ള അന്തരമാണ് ഇന്ത്യയും അർജന്റീനയും തമ്മിലുള്ളത്. ലോക 1-ാം നമ്പർ ടീമാണ് നിലവിൽ അർജന്റീന. ഇന്ത്യ 125-130 സ്ഥാനത്ത് കിടക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഒരു സൗഹൃദ മത്സരം കളിക്കും എന്നതിൽ യാതൊരു ഉറപ്പുമില്ല. പിന്നുള്ളത് ഏഷ്യയിലെ ഏതെങ്കിലും മറ്റൊരു ടീമുമായിട്ട് കളിക്കാനാണ്. അങ്ങനെ നോക്കിയാൽ ഏഷ്യയിലെ കരുത്തരായ ടീമുകളിൽ ഫിഫ റാങ്കിങ്ങിൽ 15-ാം സ്ഥാനത്ത് നിൽക്കുന്ന ജപ്പാൻ, 18-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇറാൻ, അല്ലെങ്കിൽ 23-ാം സ്ഥാനത്ത് നിൽക്കുന്ന കൊറിയ റിപ്പബ്ലിക്, 26-ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയ, 49-ാം സ്ഥാനത്തുള്ള ഖത്തർ എന്നിവയാണ് ഫിഫ റാങ്കിങ്ങിലെ ആദ്യ 5 ഏഷ്യൻ രാജ്യങ്ങൾ. നിലവിലെ ലോകകപ്പ് ജേതാക്കളെ ഇന്ത്യയിൽ എത്തിക്കുമ്പോൾ കൃത്യമായും ഇവരെ ഏതെങ്കിലും ഒരു ടീമിനെ വേണം സൗഹൃദ മത്സരത്തിൽ കൂട്ടിക്കൊണ്ട് വരേണ്ടത്. പക്ഷേ അർജന്റീന മുന്നോട്ട് വന്നാൽ തന്നെ അർജന്റീനയും ഇത് തന്നെയായിരിക്കും മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം. ഈ ഒരു ടീമുകളുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളും മത്സരത്തിൽ തയ്യാറായി വരുള്ളൂ എന്നുള്ളത്. എങ്കിൽ അർജന്റീന വന്നാൽ തന്നെ ഇവരിൽ ഏത് ടീം വരും, ഏത് ടീം അതിന് തയ്യാറാകും എന്നുള്ളതൊരു വലിയ ചോദ്യമായി മുന്നിൽ നിൽപ്പുണ്ട്. പിന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം മത്സരത്തിൻ്റെ ചെലവുകളെ പറ്റിയുള്ളതാണ്. 2011 സെപ്റ്റംബറിൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീനൻ ടീം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്ന് വെനസ്വേലയുമായി ഒരു സൗഹൃദ മത്സരം നടത്തിയിരുന്നു. നായകൻ എന്ന നിലയിൽ ലോകകപ്പ് വരെ നേടിയ മെസ്സി ക്യാപ്റ്റനായിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന മത്സരമായിരുന്നു അത്. അപ്പോൾ അന്ന് മെസ്സി അടങ്ങുന്ന ഫുൾ ടീമാണ് കൊൽക്കത്തയിൽ കളിച്ചത്. കൊൽക്കത്തയിലെ സാൾട്ട് ലേക്കിൽ നടന്ന മത്സരത്തിൽ ഉണ്ടാക്കിയ വരുമാനം ഏകദേശം 16 കോടി ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലാണ് അന്ന് ലഭിച്ച വരുമാനം മത്സരത്തിലൂടെ. ടിക്കറ്റ് വിൽപ്പന, സ്പോൺസർഷിപ്പ്, ബ്രോഡ്കാസ്റ്റിംഗ് അവകാശം തുടങ്ങിയവയിലൂടെയാണ് 2011 ഇത്രയും പൈസ വരുമാനം നേടിയത്. ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി സഹകരിച്ചുകൊണ്ട് ഒരു സ്പോർട്സ് മാനേജ്മെന്റ് കമ്പനിയായിരുന്നു കൊൽക്കത്തയിൽ സൗഹൃദ മത്സരം നടത്തിയത്. അന്ന് കൊൽക്കത്തയിലൊപ്പം ബംഗ്ലാദേശിലെ ധാക്കയിലും അർജന്റീനയുടെ സൗഹൃദ മത്സരം നടന്നിരുന്നു. ഈ രണ്ടിൻ്റെയും കൂടെ ഒന്നിച്ചുള്ള ബ്രോഡ്കാസ്റ്റിംഗ് അവകാശമാണ് അന്ന് വിറ്റഴിക്കപ്പെട്ടത്. ഇതിൽ കൊൽക്കത്തയിലെ മത്സരത്തിൻ്റെ സംപ്രേഷണത്തിനുള്ള പണം ആയത് ഏകദേശം 4.50 കോടി, 4.5 കോടി രൂപയ്ക്കാണ് അന്ന് ഇതിൻ്റെ സംപ്രേഷണ അവകാശം വിറ്റുപോയത്. ഏകദേശം 150 രാജ്യങ്ങളിൽ ഇത് സംപ്രേഷണം ചെയ്തു. അതൊക്കെ വെച്ച് കണക്കാക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ അർജന്റീന ടീം വന്ന് കളിക്കുമ്പോൾ എത്രത്തോളം രൂപ ഇതിന് സംപ്രേഷണ അവകാശം എന്ന രീതിയിൽ വിറ്റുപോകും എന്ന കാര്യത്തിൽ ചിന്തിക്കേണ്ടതാണ്. വലിയൊരു തുകയാണ് ഇക്കുറി കിട്ടുക. പക്ഷേ ഈ ടീം കേരളത്തിൽ വന്ന് കളിക്കണമെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ 1-ാം നമ്പർ ടീം കേരളത്തിൽ വന്ന് കളിക്കണമെങ്കിൽ ഏകദേശം 100 കോടി അധികം ചെലവ് മാത്രമായിട്ട് പ്രതീക്ഷിക്കും. ഇത് കൂടുകയുള്ളൂ. കാരണം അർജന്റീന ടീമിന് വന്നാൽ അവർക്ക് മുടക്കേണ്ട പൈസയുണ്ട്, പിന്നെ സൗഹൃദ മത്സരം കളിക്കാൻ വരുന്ന ടീമിനുള്ള പൈസയുണ്ട്, പിന്നെ ഇവർക്ക് താമസിക്കാനും പരിശീലനത്തിനും യാത്രയ്ക്കുമുള്ള ചിലവുണ്ട്. അതിനു പുറമെ 20 മിനിറ്റ് മെസ്സി ചിലവാക്കിയാൽ അതിൻ്റെ സുരക്ഷ, മറ്റു ചിലവുകൾ, മെസ്സിക്ക് നൽകേണ്ട പണം, അങ്ങനെ ഒരു വലിയ തുക ഇതിനായി ചിലവാകും. ഈ പറയുന്ന ഈ 100 കോടി എന്നുള്ളതിലൊന്നും
ഇതൊന്നും നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല വ്യക്തിപരമായി. അപ്പം ഇത് മെസ്സിയെ കാണാനും അർജന്റീനയുടെ കളി കാണാനും ഇത്തരം കൊച്ചി സ്റ്റേഡിയത്തിൽ മത്സരം നടത്തിയാൽ, സപ്പോസ് ഇപ്പോൾ മത്സരം നടത്തിയാൽ ആരാധകർ ടിക്കറ്റ് ഇനത്തിൽ എത്ര രൂപ വെച്ച് കൊടുക്കേണ്ടി വരും എന്നുള്ളതിനെ പറ്റി വലിയൊരു ചോദ്യം വരും. സത്യത്തിൽ മെസ്സിയും കൂട്ടരും കേരളത്തിൽ വന്ന് കളിക്കുന്നത് വളരെ മികച്ചൊരു കാര്യമാണ്. കാരണം മെസ്സിയെ ആരാധിക്കുന്ന, അർജന്റീൻ ടീമിനെ ആരാധിക്കുന്ന ഒട്ടേറെ പേർക്ക് ഇവരെ നേരിട്ട് കാണാനും കളി ആസ്വദിക്കാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പക്ഷേ കേവലം ചിലവുകൾ മാത്രമല്ലാതെ ഇതുകൊണ്ട് കേരളത്തിലെ കാൽപന്ത് കളിക്ക്, ഫുട്ബോളിന് എന്ത് നേട്ടം എന്ന് റീതിങ്ക് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അർജന്റീനയെ പോലുള്ള ടീമിന്റെ കളി നേരിട്ട് കാണാം എന്നുള്ളത് മാത്രമല്ലാണ്ട് ഇതിന്റെ ചെലവുകൾ വലിയ ഭീമമായ ചെലവുകളാണ് ഇതിന് വരിക. അത് മാത്രമല്ല അതിനുവേണ്ടി സ്റ്റേഡിയം ഒരുക്കണം, മറ്റ് സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം, ഇതിനൊക്കെയുള്ള ചെലവുകളുണ്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ കേരളത്തിലെ ഫുട്ബോളിന് എന്ത് നേട്ടം ഉണ്ടാവും എന്നതാണ് പ്രശ്നം. കാരണം കേരളത്തിലെ നിലവിലെ സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്? സീസൺ മറ്റു പരിപാടികളില്ലാത്തപ്പോൾ മാത്രം ഫുട്ബോൾ നടത്തുന്ന മൈതാനങ്ങളായി കേരളത്തിലെ ഗ്രൗണ്ടുകൾ മാറുന്നുണ്ട്. സീസൺ കഴിഞ്ഞാൽ പശുവിനെ തീറ്റുന്ന സ്ഥലങ്ങളായിട്ടാണ് കേരളത്തിലെ പല ജില്ലകളിലെയും ഗ്രൗണ്ടുകളുടെ അവസ്ഥ. വളർന്നു വരുന്ന കായിക താരങ്ങൾക്കായി യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാത്ത രീതിയിൽ പല താരങ്ങളും വളർന്നു വരുന്നത് പ്രാദേശികമായ ക്ലബ്ബുകളിൽ കൂടി മാത്രമാണ്. അല്ലാതെ സർക്കാർ ചെലവിൽ അവർക്ക് യാതൊരു സൗകര്യവും ഒരുക്കുന്നില്ല എന്നതാണ് സത്യം. അർജന്റീന വന്നുപോയി എന്ന് കരുതി നാളെ ഇന്ത്യ വേൾഡ് കപ്പ് കളിക്കുമെന്നോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് കുറേ താരങ്ങൾ ദേശീയ ടീമിൽ എത്തുമെന്നോ ആരും പ്രതീക്ഷിക്കരുത്. അർജന്റീന ടീം കേരളത്തിൽ വരുമോ എന്നുള്ളത്, കേരളത്തിൽ എത്തുമോ, കളിക്കുമോ എന്നുള്ളത് ഒരു സമസ്യയായിട്ട് നിൽക്കുമ്പോൾ ഇത്തരം ചെലവുകൾക്ക് പകരം, അനാവശ്യമായ ചെലവുകൾക്ക് പകരം അത് കേരളത്തിലെ കായിക പ്രേമികളുടെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കായിക താരങ്ങളുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഭാവിയിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതുതന്നെയാണ് ഫുട്ബോൾ താരം ആഷിഖ് കുരുണിയനും അന്ന് എടുത്തു പറഞ്ഞത്. കാരണം കേരളത്തിലെ താരങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല, അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രൗണ്ടുകൾ ഇവിടെ ഇല്ല, പരിശീലന സൗകര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ ആഷിഖ് കുരുണിയനെ കേരളത്തിലെ ആരാധക വൃന്ദം നേരിട്ടത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് ആഷിഖ് കുരുണിയൻ ചോദിച്ചത് അർജന്റീന ടീം മെസ്സിയെ കണ്ടതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമെന്നാണ്. മെസ്സിയെ കണ്ടതുകൊണ്ട് കേരളത്തിന് എന്താണ് നേട്ടം? കേരളത്തിലെ കായിക വളർന്നു വരുന്ന താരങ്ങൾക്ക് എന്താണ് നേട്ടം?